ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബേക്കറികളിലെ ചില്ലുകൂടിനകത്തിരിക്കുന്ന നമ്മുടെ മുട്ട ബിസ്ക്കറ്റാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് വീട്ടിൽ നല്ല സൂപ്പറായിട്ട് മുട്ട ബിസ്ക്കറ്റ് ഉണ്ടാക്കാമെന്ന് കണ്ടാലോ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ബേക്കറികളിലെ കണ്ണാടിക്കൂട്ടിയിരിക്കുന്ന മുട്ട ബിസ്ക്കറ്റ് ഇല്ലേ, അതാണ്. അതിനുവേണ്ടി ഞാനൊരു 4 സ്പൂൺ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പഞ്ചസാര ഞാൻ ആദ്യമേ ഒന്ന് പൊടിച്ചെടുത്തുണ്ട്. ഈ ഒരു സ്പൂണിന് ഞാനൊരു 4 സ്പൂൺ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാനൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാവേ. ഇതെങ്ങനെ നമ്മൾ പഞ്ചസാര പൊടിച്ചു, നല്ലപോലെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതേ പഞ്ചസാര പൊടിച്ചു, അത് നമ്മൾ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ടുന്നത് ഒരു മുട്ടയാണ്. നമ്മളിതിനകത്തേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഈ മുട്ടയും നമ്മുടെ പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. നമ്മളിത് ഓവനയിലൊന്നും അല്ല വെച്ചുണ്ടാക്കുന്നത്. നമ്മുടെ സാധാരണ നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കുന്ന ദോശക്കല്ലില്ലേ, നമ്മുടെ തവയില്ലേ, ആ തവയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ച്. അപ്പോൾ ഇനി നന്നായിട്ടത് നമ്മൾ അടിച്ച് പതപ്പിച്ച് നമ്മുടെ മുട്ടയും പഞ്ചസാരയും കൂടെ വെച്ചു. നമ്മുടെ മുട്ടയും പഞ്ചസാരയും കൂടെ അടിച്ച് പതപ്പിച്ച് വെച്ചു. ഇനി നമുക്ക് അതിനകത്തേക്ക് 1 പിഞ്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കണേ. ഇനിയിപ്പോൾ നമുക്ക് 1 പിഞ്ച് ഉപ്പൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിനകത്തേക്ക് ഒഴിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സ്പൂണ് വാനില എസൻസ് ആണേ. നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ ആ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിന്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു 2 സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഓയിലില്ലെങ്കിൽ നമുക്ക് ബട്ടറോ എന്ത് വേണേലും നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് നമ്മുടെ സൺഫ്ലവർ ഓയിലാണ്. നമ്മളിതിനകത്തേക്ക് 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തു. നമുക്കിനി ബട്ടർ വേണ്ടിയവർക്ക് ബട്ടർ മെൽറ്റ് ചെയ്ത് ചേർക്കാം. ഇനിയിപ്പം ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് നമ്മുടെ സൺഫ്ലവർ ഓയിലാണ്. അത് കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിനകത്തേക്ക് നമുക്കൊരു ഫ്ലേവറിനും ടേസ്റ്റിനും വേണ്ടിയിട്ട് നമ്മൾ പൈനാപ്പിൾ എസൻസ് ആണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു ശകലം ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഒഴിക്കേണ്ട. അപ്പോൾ നമുക്ക് ആ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ആ ഒരു ഫ്ലേവറും ആ ടേസ്റ്റും ഒക്കെ കിട്ടും. നമുക്ക് ഒരു 2 ഡ്രോപ്സ് പൈനാപ്പിൾ എസൻസ് ഒഴിച്ച് കൊടുക്കാവേ. ഒത്തിരി ഒന്നും ഒഴിക്കുന്നില്ല. ഇത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം പൈനാപ്പിൾ എസൻസ് ഒഴിച്ച് കൊടുത്തേ. ഇനി അതോടെ കൂട്ടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം നമുക്ക്. ഇനി നമുക്ക് ഇതിനകത്തേക്കൊരു 4 സ്പൂൺ മൈദ നമുക്ക് ചേർത്ത് കൊടുക്കാവേ. നമ്മൾ ഒത്തിരി കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും വേണമെങ്കിൽ അതനുസരിച്ചുള്ള ക്വാണ്ടിറ്റി നമ്മൾ എടുത്താൽ മതി. ഞാനൊരു 4 സ്പൂണ് മൈദയാണ് ഞാൻ ചേർക്കുന്നത്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു 1/4 സ്പൂണ് ബേക്കിംഗ് പൗഡറൂടെ ചേർത്ത് കൊടുക്കാവേ. ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് നമുക്ക് അതിനകത്തേക്കൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാവേ. നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തോ നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റുള്ള മുട്ട ബിസ്ക്കറ്റ് കൊടുക്കാം. കടയിലൊക്കെ നമ്മൾ ഈ ഭയങ്കര വില കൊടുത്ത് പോയി മേടിക്കണ്ടല്ലോ. ഇച്ചിരി മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിൽ നല്ല സൂപ്പറായിട്ടുള്ള മുട്ട ബിസ്ക്കറ്റ് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മൈദയും ബേക്കിംഗ് പൗഡറും കൂടെ, നമ്മൾ സോഡ അല്ല ബേക്കിംഗ് പൗഡർ ആട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. ഇതിനകത്തിട്ട് നമ്മൾ കേക്കിൻ്റെയൊക്കെ ബാറ്റർ കുഴച്ചെടുക്കുകയല്ലേ, ഇതുപോലെ തന്നെ. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇച്ചിരി കട്ട് ചെയ്യാമെന്ന് തോന്നുവാണെങ്കിൽ നമുക്കിതിനകത്തേക്ക് ഒരു സ്പൂണോ വല്ലതും പാലൊഴിച്ച് കൊടുക്കാം. നിർബന്ധമില്ല. നമുക്ക് ഇച്ചിരി കട്ട് ചെയ്യാൻ തോന്നുവാണെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവേ. ഇങ്ങനെയുള്ള ഈ ഒരു പരുവത്തിന് വേണം അതിൻ്റെ ബാറ്റർ കിട്ടാൻ. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഒഴിക്കണ്ട. നമ്മൾ ആ 1 സ്പൂൺ പാൽ ഒഴിച്ച് കൊടുത്തു. നമ്മുടെ മുട്ടയും പഞ്ചസാരയും വാനില എസൻസ്, നമ്മൾ ഇച്ചിരി പൈനാപ്പിൾ എസൻസ്, 2 സ്പൂൺ ഓയിൽ, ഇത്രയും മാത്രമേ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തിട്ടുള്ളൂ. 1 പിഞ്ച് ഉപ്പ്.
ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് കളറ് ഒരു നമ്മുടെ സാധാരണ മുട്ട ബിസ്ക്കറ്റിനൊക്കെ ഒരു മഞ്ഞ കളറാണല്ലോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മഞ്ഞ കളർ ചേർക്കാം, അല്ലെങ്കിൽ നമുക്കൊരു ശകലം നമ്മുടെ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഞാനതുകൊണ്ട് ഒരു പിഞ്ച് മഞ്ഞ കളറാണ് ഞങ്ങൾ ചേർത്ത് കൊടുക്കുന്നത്. കളറെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ നമ്മുടെ ഈ ഫുഡ് കളറ് പൊടി ഇതുണ്ടോ ഇത് മേടിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് ഞാൻ ഇതിനകത്തേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് മുട്ടയുടെ അളവൊക്കെ കൂടുതൽ വേണ്ടിയവർക്ക് ചേർക്കാം. ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും മാത്രം ചേർത്തേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിത് നമ്മുടെ ബിസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കാം. നന്നായിട്ട് നമ്മളിതുണ്ടോ നല്ലപോലെ ബാറ്ററൊക്കെ ഇളക്കി നല്ല കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മുട്ട ബിസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് നമ്മുടെ മുട്ട ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു മിൽമായുടെ നമ്മുടെ പാലിൻ്റെ കവറാകട്ടോ എടുത്തിരിക്കുന്നത്. നമുക്ക് പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അത് മതി. ഇപ്പോൾ ഇവിടെ എൻ്റെ കയ്യിലുള്ളത് ഈ നമ്മുടെ ഈ കേക്ക് ഉണ്ടാക്കുന്ന ഇതിട്ട് വരുന്നത്, അപ്പോൾ അത് ഭയങ്കര വലിയ ഹോളായിട്ട് പോവും. അതുകൊണ്ട് ഞാൻ ഒരു സാധാരണ ഒരു നമ്മുടെ മിൽമായുടെ കവർ എടുത്തു. ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ പാകം ഇത് ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് കിട്ടാനായിട്ട്. അപ്പോഴേ നമ്മുടെ മുട്ട ബിസ്ക്കറ്റ് നല്ല കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്കിതിനകത്തേക്ക് ഒഴിച്ചിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ കവർ എന്തെങ്കിലും നല്ല കവർ മതി. ഇത് നല്ലപോലെ കഴുകുകയാണെങ്കിൽ ഞാൻ എടുത്ത് വെച്ചിരുന്ന കവറാണ്, അതിനകത്തേക്ക് ഒഴിച്ചാൽ മതി നമുക്ക്. ഇതിങ്ങനെ ഒഴിച്ച് നമുക്ക് ഇതിങ്ങനെ ഒന്ന് എടുത്താൽ മതി. നമുക്ക് മേളിലൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ മുറുക്ക പിടിക്കുകയോ എന്താണ് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. നമ്മളിത് കുറേശ്ശെ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ നമുക്ക് മുട്ട ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയറക്റ്റ് പാൻ ഇങ്ങനെ സ്റ്റൗവിലേക്ക് വെക്കല്. അതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും ഒരു പോയ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമോ അല്ലെങ്കിൽ ഇതുപോലെ ദോശക്കല്ലോ എന്തെങ്കിലും വെച്ചിട്ട് വേണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പം ഞാനത് നമ്മുടെ മിൽമയുടെ കവറിനകത്തേക്ക് ആക്കി. ഇനി നമുക്ക് അതിൻ്റെ സൈഡ് നന്നായിട്ടൊരു കുഞ്ഞ് ഹോളിട്ട് കൊടുക്കണേ. അപ്പം ഞാനിങ്ങനെ ഹോളിടുവാണ്. അപ്പോൾ ഹോളിടാൻ പോയപ്പോഴത്തേക്ക് നമ്മുടെ ബാറ്ററെല്ലാം കൂടെ താഴ്ത്തിറങ്ങി വന്നിട്ട് മുറിയാൻ ഇച്ചിരി ഒരു പാടായി. അപ്പോൾ ഞാൻ ഇട്ട ഹോള് ഒരിച്ചിരി വലുതായിപ്പോൾ, അത്രയൊരു പ്രശ്നം ഉണ്ടാവുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് നമ്മുടെ പാന് ഒത്തിരി ഓവർ ഹീറ്റ് ആകരുത്. ഒരു ചെറിയ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് പയ്യെ ഓരോരോ കുഞ്ഞ് ബിസ്ക്കറ്റ് പോലെ നമുക്ക് പരത്തി നമ്മുടെ ആ പാന്. വലിയ പാനാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്, ഒരെണ്ണത്തിനകത്ത് ഒത്തിരി നിരത്താൻ. നമുക്ക് ചെറുതാണെങ്കിൽ അത്രയല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇതേ ഞാനങ്ങനെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ചെറുതായിട്ട് വെക്കുന്നുണ്ട്. എൻ്റെ ഞാൻ ഇട്ടപ്പോൾ ഒരു ഹോള് ഒരു സ്വല്പം വലുതായിപ്പോൾ, അത്രയൊരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് അങ്ങനെ നമുക്ക് നമ്മുടെ മുട്ട ബിസ്ക്കറ്റ് മൊത്തം ഒന്ന് പരത്താവേ. അപ്പോൾ നമ്മൾ പരത്തുമ്പം ഇച്ചിരി അകത്തി നമ്മൾ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്തുകൊണ്ട് ഇത് തായി കഴിയുമ്പോൾ ഇച്ചിരി വലിപ്പം മരുന്ന് പോവേ. ഇനി നമുക്കിതൊന്ന് നമ്മളിത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം, ഇത് ആയോ എന്ന്. ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഇതുണ്ടോ ആയിട്ടില്ല. അപ്പോൾ നമ്മൾ മീഡിയം തീന്ന് ശകലവും കൂടെ കൂട്ടിയായിരുന്നു നമ്മൾ വെച്ചിരുന്നത്. ഇത് വെന്ത് റെഡി ആയി കഴിഞ്ഞാൽ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു പോകുന്നോളൂ, ഇങ്ങനെ എടുക്കാം, നമുക്ക് പറഞ്ഞു ഇങ്ങനെ പോരും. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇത് നമ്മൾ ആ മീഡിയത്തിൽ നിന്ന് ഇച്ചിരി കൂട്ടിയായിരുന്നു വെച്ച് നമുക്ക് ഇച്ചിരി ഒന്ന് കുറച്ച് നമുക്കൊന്ന് ഇടാവേ. ഇതേ അങ്ങനെ മൊത്തം ഒരു 12 മിനിറ്റ് കഴിഞ്ഞു. ഇതേ നമ്മുടെ മുട്ട ബിസ്ക്കറ്റ് എല്ലാം നല്ല റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ തൊട്ട് നോക്കും. ഇപ്പോൾ ഇതിങ്ങനെ ക്രിസ്പി ആയിട്ടില്ലെങ്കിലും നമ്മളിത് വാങ്ങിയെടുത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടിരിക്കും. നമ്മുടെ പിള്ളേരാണെങ്കിൽ അത് അകത്തുനിന്ന് വാങ്ങാൻ നോക്കിയിരിക്കുവാണ് ഇത് കഴിക്കാനായിട്ട് കേട്ടോ. നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനി ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വെച്ചേച്ച് നമുക്ക് ബാക്കിയുള്ളതും ഇങ്ങനെ തന്നെ ഒന്ന് എടുക്കാവേ. അടുത്ത ട്രിപ്പ് നമുക്ക് ഉണ്ടാക്കുമ്പോൾ ഇതൊന്ന് തൂത്ത് കൊടുക്കണേ. ഇതൊന്ന് തൂത്തിട്ട് വേണം നമുക്ക്, പാനൊന്ന് തൂത്തിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തത് ഇങ്ങനെ ഒന്ന് ഒഴിച്ച് കൊടുക്കാവേ. നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ നമുക്കിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാവേ. അത് നമ്മളിതുപോലെ വെച്ചു. നമുക്കിനി അതും ഒന്ന് മൂടി വെക്കാവേ. ഇത് അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പും ഇതുണ്ടോ, നമ്മുടെ ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടോ, ഇതിങ്ങനെ നമുക്കിത് ഇങ്ങനെ കറക്റ്റ് അതിൻ്റെ പരുവാണെങ്കിൽ നമുക്കിതിങ്ങനെ എടുക്കാം. ഇതുണ്ടോ,
ഇങ്ങനെ പോരുന്നുണ്ടോ. നമുക്കിനി ഇതും എടുത്ത് മാറ്റി വെക്കാവേ. നമ്മുടെ ഉണ്ടാക്കുന്ന പിള്ളേരെ ടേസ്റ്റ് കാരണം പിള്ളേർ കഴിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ നമ്മുടെ മൂന്നാമത്തെ ട്രിപ്പ് നമുക്കൊന്ന് നോക്കാവേ. ഞാൻ മൂന്നാമത്തെ ട്രിപ്പും വെച്ചേക്കുവാണ്. പക്ഷേ നമ്മളിങ്ങനെ നോക്കുമ്പം ഇതുണ്ടോ, ഇത് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വെന്തിട്ടില്ല അല്ലെങ്കിൽ ക്രിസ്പി ആകുകയെന്നൊന്നും ഓർക്കണ്ട. ഇത് നമ്മൾ എടുത്ത് പാത്രത്തിലിട്ട് കഴിയുമ്പോൾ തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇടുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ അയ്യോ ഇതിൻ്റെ പുറം ഇങ്ങനെയാണല്ലോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ആയിട്ടുണ്ട്, ഇതിങ്ങനെ ക്രിസ്പി ആവുമോ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും നോക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഇരിക്കുന്നത് നമ്മൾ എടുത്ത് ഇതുണ്ട് നമ്മൾ പാത്രത്തിനകത്ത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ ക്രിസ്പി ആയിട്ട് വരും. ഇതേ അങ്ങനെ നമ്മളെ കടകളിലൊക്കെ ചില്ലുകൂടിനകത്തിരിക്കുന്ന നമ്മുടെ നല്ല ക്രിസ്പിയായ നമ്മുടെ മുട്ട ബിസ്ക്കറ്റ് ഇതുണ്ട്. നല്ല കിരികിരാന്ന് നോക്കി നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. നല്ല പുറം നല്ല ക്രിസ്പി ആയിട്ട് നല്ല, ഞാൻ ഒന്നും കഴിച്ച് നോക്കട്ടെ. അടിപൊളിയാണ്. നമ്മുടെ പിള്ളേരുണ്ടാക്കിയപ്പോൾ തൊട്ട് അത് എടുത്ത് നമ്മൾ പാത്രത്തിലേക്ക് വെച്ചപ്പോൾ തൊട്ട് കഴിക്കണം, അത്രയും ടേസ്റ്റാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പിള്ളേർക്കൊക്കെ സ്നാക്സ് ആയിട്ട് കൊടുത്തു വിടാനോ അല്ലെങ്കിൽ നമുക്ക് പിള്ളേർക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് കഴിക്കാൻ കൊടുക്കാനോ ഒക്കെ ആയിട്ട് നമുക്കിങ്ങനെ ഉണ്ടാക്കിയാൽ മതി. ഞാനൊരു ഇത്രയും മൂന്നോ ഇത്രയും കൂടെ ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നതാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ എടുത്തുകൊണ്ട് പോയി കഴിച്ചാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാണിക്കാനായിട്ട്. ഇത് ഞാൻ മാറ്റി വെച്ചിരുന്നതാണ് എനിക്ക് കാണിക്കാനായിട്ട് വേണമെന്ന് പറഞ്ഞാൽ. ഒരു അടിപൊളി ടേസ്റ്റാണ്, നല്ല സൂപ്പറാണ്. അപ്പോൾ നമ്മൾ പിള്ളേർക്ക് ഒരിച്ചിരി മെനക്കെട്ട് നമുക്ക് ഓവൻ വേണമെന്നില്ല, ഒന്നും വേണ്ട, നമുക്ക് ദോശക്കല്ലായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് കുഞ്ഞുമക്കൾക്കും വല്ല വീട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നൊരു കാപ്പിക്ക് കൊടുക്കാനൊക്കെ ആയിട്ട് അടിപൊളിയാണ്. ഇതിനകത്ത് കെമിക്കലൊന്നും ചേരുന്നില്ലല്ലോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ മുട്ട ബിസ്ക്കറ്റ് അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നാളെ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.